എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു അനുഗ്രഹമേറിയ കാഴ്ചയാണ് ഇന്ന് നമുക്ക് എബ്രായ ലേഖനത്തിലൂടെ പഠിക്കുവാനും സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തിന്റെ ശേഷമുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അനുഗ്രഹമായ ഒരു സമയം കൂടി കർത്താവിന്റെ വചനം ചിന്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്നതിന് ദൈവമേ നന്ദി. യേശുവിന്റെ ശ്രേഷ്ഠ മനോഭാവം ചിന്തിക്കുവാൻ, യേശുവിന്റെ ഔന്നത്യം എത്രമാത്രം ഉന്നതമാണ് എന്ന് ദൈവമേ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കർത്താവേ, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിന്റെ ആ പഠനത്തിന്റെ ഉൾക്കാഴ്ചയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. ഇതിലൂടെ കർത്താവെ, അങ്ങ് എത്രത്തോളം ഉന്നതനായിരുന്നുവെങ്കിലും അങ്ങ് എത്രത്തോളം താഴ്ന്നു വന്നു. ആ മനോഭാവത്തിലേക്ക് ദൈവമേ അങ്ങയെ വിശ്വസിക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ മക്കളായി തീരുവാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും സമർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിലും ആ മനോഭാവത്തിലും ആ വിനയത്തിലും കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ എത്തിപ്പിടിക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മനസ്സെന്താണോ ആ ക്രിസ്തുവിന്റെ മനസ്സ് കർത്താവെ ഞങ്ങളിലേക്കും ദൈവമേ രൂപാന്തരപ്പെട്ടു വരുവാൻ അങ്ങേപോലെ ഞങ്ങളും അനുരൂപരാകുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങളെല്ലാം മനസ്സിലാക്കുവാനും ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ വലിയ കൃപ നൽകണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ സഹായിക്കണമേ. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിന്റെ അനുഗ്രഹത്തിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം അങ്ങയുടെ മനോഭാവത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. എല്ലാം യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കണം പിതാവേ, ആമേൻ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായം നമ്മൾ 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. അതിലെ 4-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വരെ പറയുന്നതായ വേദഭാഗം യേശു ദൂതന്മാരെക്കാളും വലിയവനാണ്, അല്ലെങ്കിൽ യേശു ദൂതന്മാരെക്കാളും ശ്രേഷ്ഠതയുള്ളവനാണ് എന്നുള്ള ആ ഒരു ഭാഗമാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വരെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ആദ്യം ഈ ശ്രേഷ്ഠത നമുക്ക് കാണിക്കുമ്പോൾ ആദ്യം ദൂതന്മാർ എങ്ങനെയുള്ളവരാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി തരികയാണ്. ദൂതന്മാരെ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇങ്ങനെ, അതായത് എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അപ്പൊ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു മേഖലയിൽ ദൂതന്മാരുടെ ശുശ്രൂഷ എന്താണ്, അല്ലെങ്കിൽ ദൂതന്മാരുടെ റോൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ശുശ്രൂഷകളാണ്, സേവകാത്മാക്കളാണ്. ശുശ്രൂഷ ചെയ്യുന്ന ആർക്കാണ്? യജമാനെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അതുപോലെ നമുക്ക് 104-ാം സങ്കീർത്തനത്തിലാണ് ഈ വാക്യം കോട്ട് ചെയ്തിട്ടുള്ളത്. ആ വാക്യത്തെയാണ് ഇവിടെ എബ്രായ ലേഖനം കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. 104-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. ഇത് ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നതെന്ന് എബ്രായ ലേഖൻ വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തരികയാണ്. 104-ാം സങ്കീർത്തനം അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്നാണ്. അപ്പൊ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ 104 നമുക്ക് വായിക്കാൻ സാധിക്കുമ്പോൾ ആ വാക്യം കോട്ട് ചെയ്തുകൊണ്ട് എബ്രായ ലേഖൻ ഇവിടെ പറയുമ്പോൾ അത് ദൂതന്മാരെ കുറിച്ചാണ് ആ കാര്യം പറയുന്നതെന്ന് അവിടെയും ഉറപ്പിക്കുകയാണ്. കൂടാതെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് 1-ാം വാക്യത്തിൽ, എബ്രായ ലേഖനം 1-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ദൂതന്മാർ എവിടെ ആയിരിക്കുന്നു?
യേശുക്രിസ്തുവിനെ കുറിച്ച് എവിടെയാണ് ഇല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ചിലർ യേശുവിനെ ദൂതനായിട്ട് ചിത്രീകരിക്കാറുണ്ട്. അപ്പൊ ദൂതനല്ല യേശു, ദൂതന്മാരെക്കാളും ശ്രേഷ്ഠത ഉള്ളവനാണ് എന്ന് അവിടെ തെളിയിക്കുകയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ന്യായപ്രമാണം മോശയ്ക്കാണ് കൊടുത്തത്. അത് മോശയ്ക്ക് ദൈവം കൊടുക്കുമ്പോൾ, ആ ന്യായപ്രമാണം മോശയ്ക്ക് കൊടുക്കുമ്പോൾ ദൂതന്മാർ മുഖാന്തരമാണ് ന്യായപ്രമാണത്തെ കൊടുത്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് എബ്രായ ലേഖനം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. അപ്പൊ ദൂതന്മാർ മുഖാന്തരമാണ് ന്യായപ്രമാണം, ദൈവത്തിന്റെ ന്യായപ്രമാണം മോശയുടെ കയ്യിലേക്ക് കൊടുത്തതെന്ന് കാണാം. അപ്പൊ ദൂതന്മാർക്ക് ചില റോളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൂതന്മാരെ എന്തിനാണ് ദൈവം ഉപയോഗിക്കുന്നത്, ദൂതന്മാർ ആരാണ്, ഈ ഒരു മേഖലയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കിവിടെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുകയാണ് മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിൽ 40 മുതൽ 41 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൂതന്മാരുടെ മറ്റൊരു റോള് നമുക്കിവിടെ എങ്ങനെയാണ് കാണിച്ചു തരുന്നതെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുക. മത്തായി സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിൽ ഇവിടെ 40-41 വാക്യങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 13-40-41 കൊയ്യുന്നവർ ദൂതന്മാർ കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അപ്പം കൂടാതെ മർക്കോസ് 13-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലും നമ്മൾ വായിക്കുമ്പോൾ മർക്കോസ് 13-ന്റെ 27-ാം വാക്യത്തിലും നമ്മൾ ഓർപ്പിക്കുന്നത് എങ്ങനെയാണ്? അന്ന് അവൻ തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ വൃദ്ധന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിന്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അപ്പം ലോകാവസാനത്തിൽ ന്യായവിധി ദിവസത്തിൽ കർത്താവ് പറഞ്ഞ പോലെ കൊയ്ത്തിന്റെ കാലമാണ്. ആ കൊയ്ത്തിന്റെ കാലത്ത് കൊയ്ത് എടുക്കുന്നത് അല്ലെങ്കിൽ കൊയ്യുന്നവർ ദൂതന്മാരാണ് എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ശുശ്രൂഷകരായി പ്രവർത്തിക്കുന്ന ദൂതന്മാരാണ് ആ കൊയ്ത്ത് നിവർത്തിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതായത് ശിക്ഷാവിധി നടത്തുന്ന ആളുകളെ കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം ദൂതന്മാരെ കുറിച്ച് കാണാൻ സാധിക്കുന്നത് അവർ സന്ദേശം അറിയിക്കുന്നവരാണ്. ദൂതന്മാരുടെ മറ്റൊരു റോള് അവർ സന്ദേശം അറിയിക്കുന്നവരാണ്. ലൂക്കോസ് 1-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ലൂക്കോസ് 1-ന്റെ 26-11 ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയും, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് വന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറിയോട് സംസാരിക്കുന്നത് കാണാം. പിന്നെ ജോസഫിനോട് സംസാരിക്കുന്നത് കാണാം. പലരോടും നമുക്ക് ദൂതന്മാരിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം തൻ്റെ സന്ദേശവാഹകരായിട്ട് ഉപയോഗിക്കുന്നവരാണ് ദൂതന്മാർ. ഇപ്പം ദൂതന്മാർക്ക് പല റോളുകളാണ്. അവർ ശുശ്രൂഷകരാണ്, നമ്മൾ കണ്ടു. അവരെക്കുറിച്ച് കാറ്റുകൾ, അഗ്നിജ്വാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ അവരെ സംബന്ധിച്ച് നമ്മൾ കണ്ട് മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അവരുടെ കയ്യിലൂടെയാണ്, അല്ലെങ്കിൽ ദൂതന്മാർ മുഖാന്തരമാണ് മോശയുടെ കയ്യിലേക്ക് ദൈവം ന്യായപ്രമാണം എത്തിച്ചത് കൊടുക്കുന്നത്. അത് ഗലാത്യ ലേഖനത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് വായിക്കാൻ സാധിക്കും. ഗലാത്യ ലേഖനത്തിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ, കൂടാതെ കൊയ്ത്ത് നടത്തുന്നുണ്ട്. അവസാനം ന്യായവിധിയിൽ കൊയ്ത്ത് നടത്താൻ പോണതും ദൂതന്മാരാണ്. അവർ സന്ദേശം അറിയിക്കുന്നവരാണ്. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ, യോഹന്നാൻ 1-ന്റെ 51-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്ന് അവരോട് പറയും. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാരുടെ റോള്, മറ്റൊരു റോള് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർ സേവകാത്മാക്കളാണ്. അവരെപ്പോഴും പോകാനും വരാനും, ദൈവം അയക്കുന്നിടത്ത് പോകുക, വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സേവകാത്മാക്കളാണ്. 2 തെസ്സലോനിക്ക
1:6 നമുക്ക് വായിക്കുമ്പോഴും കാണാൻ സാധിക്കുന്ന ഇതാണ്: കർത്താവ് താൻ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ, അവൻ തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്ന ഒരു ദിവസത്തിൽ അന്ന് ദൈവത്തെ അറിയാത്തവർക്കും കർത്താവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെയെല്ലാം ദൈവത്തിന്റെ സേവകാത്മാക്കളാണ് ദൈവത്തിന്റെ ദൂതന്മാർ. പക്ഷേ യേശുവിന്റെ ഔന്നത്യം എന്താണ്? ഇത് ദൈവദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് യേശു എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണിത്. അപ്പൊ യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ പുത്രനെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? ദൈവം 1-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും: നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുള്ളൂ. ഇതാണ് വിഷയം. അപ്പം മലയാളത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളിത് വായിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒറ്റ വാക്യത്തിൽ, സാധാരണ ആദ്യമായിട്ട് ഒരാൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ, ഈ ഭാഗം വായിക്കുമ്പോൾ, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, കൂടാതെ ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പെട്ടെന്നൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് തന്നെ നമ്മൾ വ്യാഖ്യാനിക്കണം. അതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. അപ്പൊ യേശുവിന്റെ ഔന്നത്യത്തെക്കുറിച്ച് പറയുന്ന ഈ വേദഭാഗത്ത് നമുക്ക് കാണാം, യേശു ഇവിടെ എൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ, ദൈവം തൻ്റെ പുത്രനാണെന്ന് പറയുമ്പോൾ ഈ ഭാഗം കോട്ട് ചെയ്തിരിക്കുന്നത് സങ്കീർത്തനം 2-ാം അധ്യായത്തിൽ നിന്നാണ്. സങ്കീർത്തനം 2-ൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. സങ്കീർത്തനം 2-ാം അധ്യായത്തിൽ 7-ാം വാക്യം: അവിടെ ഇങ്ങനെ കാണാം: ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു സങ്കീർത്തന വേദഭാവമാണ്. അപ്പം നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ വേദഭാഗം ആരെ കുറിച്ച് ആണ് എന്നതാണ് ഇവിടെ എബ്രായ ലേഖകൻ എടുത്തു കാണിക്കുന്നത്. അപ്പം നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പം ഇവിടെ പറയുന്നത് ദൂതനെ കുറിച്ച് പറയുന്ന ഒരു വാക്കല്ല, അതിനേക്കാളും ശ്രേഷ്ഠമേറിയ മറ്റൊരു വ്യക്തിയോട് പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ ഈ വേദഭാഗത്തിൽ ഇതിനെ നമുക്ക് മറ്റൊരു ഏത് വാക്യം കൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഏത് വിധത്തിലാണ് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് എന്തുകൊണ്ട് നമ്മൾക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും? കൂടാതെ ഞാൻ അവന് പുത്രനും അല്ലെങ്കിൽ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ പിതാവ് പുത്രൻ എന്ന് പറയുന്ന ഭാഗം, അതേപോലെ ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം, ഇതെല്ലാം നമുക്ക് എങ്ങനെ, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 32-37 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്താണ് ആ വാക്കുകളെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 32 മുതൽ നമുക്ക് വായിക്കാം. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. അപ്പൊ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം, യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ദൈവം ഒരു വാഗ്ദാനം ചെയ്തു, അത് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിലൂടെ നിവർത്തിച്ചു എന്ന് പറഞ്ഞു. ആ കാര്യം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എപ്പോഴും നമുക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷേ അടുത്ത വാക്യം വായിക്കണം. നീ എൻ്റെ പുത്രൻ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിച്ച അതേ വാക്യം ഇവിടെ പത്രോസ് കോട്ട് ചെയ്തു, അല്ലെങ്കിൽ എഴുത്തുകാരൻ ലൂക്കോസ് കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് എഴുതുന്നത്. നീ എൻ്റെ പുത്രൻ,
ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. അപ്പം കൂടാതെ വീണ്ടും പറയുന്നത്, ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചെയ്ത് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല എന്ന് പറയും. അപ്പൊ ഈ വാക്യം അവിടെ കോട്ട് ചെയ്തിട്ട് അതിനെ വിവരിക്കുന്നത് എന്തും പറഞ്ഞുകൊണ്ടാണ്. അതായത് ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതിനെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കെന്താണ്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വേണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ജനിപ്പിച്ചു എന്ന് ഇവിടെ പറയണതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം, യേശുവിന്റെ ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിനെ കുറിച്ച് പറയുന്ന വാക്കാണ്. ജനിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് നമ്മൾ അത് ബൈബിളില് അനവധി കാര്യങ്ങളും ആലങ്കാരികമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തിനെയാണ് എന്നുള്ളത് നമ്മൾ കുറച്ച് സൂക്ഷ്മമായി, നമ്മൾ ചില അക്ഷരങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ എനിക്ക് ചില വാക്കുകൾ വായിക്കാൻ എൻ്റെ നഗ്ന നേത്രം കൊണ്ട് നേരെ നോക്കിയാൽ കാണില്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടി വലിപ്പം കൂട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ കണ്ണട ഞാനിവിടെ ഉപയോഗിക്കുന്നു. കൂടാതെ ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇനിയും എനിക്കത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ലെൻസ് അല്ലെങ്കിൽ മാഗ്നിഫൈ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വലുതായി കാണാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ സൂക്ഷ്മമായി വേണം പരിശോധിക്കാൻ. സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ഈ ബൈബിളിലെ ഓരോ വാക്കുകൾക്കും അർത്ഥം പിടികിട്ടാൻ നമുക്ക് സാധിക്കും. അതാണ് ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ചെയ്യേണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവ് 55:3 അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനെ കേട്ടുകൊള്ളുവിൻ, ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. അപ്പം ഈ കാര്യങ്ങളെല്ലാം പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയാണ് ഇവിടെ യേശുവിൻ്റെ ജനനമായാലും യേശുവിൻ്റെ മരണമായാലും യേശുവിൻ്റെ ജീവിതമായാലും യേശു ആരിൽ നിന്ന് ജനിക്കും, ഏത് സ്ഥലത്ത് ജനിക്കും, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇതെല്ലാം തന്നെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ യേശുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. പത്രോസ് ഓർപ്പിക്കുകയാണ്. കൂടാതെ സങ്കീർത്തനത്തിൽ 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിലും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഉണ്ടോ? നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഈ വാക്കുകളെല്ലാം കോട്ട് ചെയ്തുകൊണ്ടാണ് പത്രോസ് ആ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നത്. ഇപ്പൊ എബ്രായ ലേഖനത്തിലും നമ്മൾ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇനി മോശെ മുഖാന്തരമല്ല, ന്യായപ്രമാണത്താലല്ല, അവന്റെ നാമം മൂലം, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാം. എബ്രായ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിലെ 4-5 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, വീണ്ടും പറയണം പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 2-ൽ പറയുന്ന 7-ാം വാക്യം വീണ്ടും ഈ ഭാഗത്ത് കോട്ട് ചെയ്യണേ. എന്താണ്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ
ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അപ്പൊ നോക്കാം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ഇനി ഒരിക്കലും അവൻ ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ ഉയർത്തെഴുന്നേറ്റ് അവനെ മറ്റൊരു പൊസിഷനിലേക്ക് വെക്കുന്നതിനെ കുറിച്ച് പറയുന്ന വാക്കാണ് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അവനെ, അതായത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അപ്പൊ അവന് കൊടുത്ത ഒരു പൊസിഷനിലേക്ക് അവനെ കൊണ്ടുവരിക. അതിന് കൊടുത്ത വാക്കാണ്, ഇല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്നതായ ഒരു വിവരണമാണ് ഈ പറഞ്ഞത്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് ഇതാണ് അതിനെ മീൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അർത്ഥം ആക്കുന്നതെന്ന് വേദഭാഗങ്ങൾ തന്നെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ നമ്മൾ അത് കണ്ടു. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എന്ന് പറഞ്ഞു. ഇവിടെയും പറയണത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നെന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അതിനുശേഷം 6-ാം വാക്യത്തിൽ പറഞ്ഞു, അങ്ങനെ മറ്റൊരിടത്തും നീ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന് പറയുന്നു. അപ്പൊ കൊടുത്ത പൊസിഷൻ എന്താണ്? നീ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ. യേശു ഇന്ന് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചു. മഹാപുരോഹിതനാണ് യേശു. നമുക്ക് എല്ലാവർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, അല്ലെങ്കിൽ പാരക്ലൈറ്റസ് ആയിട്ട് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുന്ന, നമ്മുടെ മധ്യസ്ഥനായി നിൽക്കുന്ന, സ്വർഗത്തിനും ഭൂമിക്കും മധ്യസ്ഥനായി നിൽക്കുന്ന മധ്യസ്ഥനും മഹാപുരോഹിതനും ഒക്കെ ആയിട്ട് യേശു ചെയ്യുന്ന റോളിനെയാണ് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളാണ് എന്ന് നമുക്ക് ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു മഹാപൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചു. ഒരു പുതിയ സ്ഥാനത്തേക്ക് വയ്ക്കുന്നതിന് പറയുന്ന വാക്കാണ് ജനിപ്പിക്കുക എന്ന് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഗനാവോ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വാക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഗനാവോ എന്ന് പറയുന്നത് ഗ്രീക്ക് വാക്കാണ്. അവിടെ പറയുന്നത് ടു ബ്രിങ് ഫോർത്ത്, പുറത്തേക്ക് കൊണ്ടുവരിക എന്നാണ്. പുറത്തേക്ക് കൊണ്ടുവരിക. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് പറയാം. ഇങ്ങനെ ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അല്ല ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ മാത്രമേ ഇത് സംഭവിച്ചിട്ടുള്ളൂ. വേറൊരു ദൂതനെ സംഭവിച്ചിട്ടില്ല ഇത്. അപ്പൊ യേശു ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. യേശുവിന്റെ ശുശ്രൂഷ ദൂതന്മാരെക്കാളും ഔന്നത്യമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് തെളിയിക്കുകയാണ് എബ്രായ ലേഖനം ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇതിന്റെ മുഖവരിയിൽ നമ്മൾ ചിന്തിച്ചത് പഴയ നിയമത്തെക്കുറിച്ചും പുതിയ നിയമത്തെക്കുറിച്ചും ഇതിന്റെ ആകത്തുകയെക്കുറിച്ചൊക്കെയുള്ള വളരെ ജ്ഞാനമുള്ള, ശ്രേഷ്ഠതയുള്ള, അറിവുള്ള ഒരു വ്യക്തിയാണ്, പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് ഈ ലേഖനം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പഴയ നിയമത്തിൽ നിന്നും കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി, നിജസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു വ്യക്തി അതിനെ നല്ല രീതിയിൽ വ്യാഖ്യാനിച്ച് വിവരിച്ചു തന്നിരിക്കുകയാണ്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ എബ്രായ ലേഖനം 1-ന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് പറയാം. അപ്പം ഇവിടെ ആദിജാതൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇതിനു മുമ്പ് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നമ്മൾ കടന്നുപോയതാണ്. ആദിജാതൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഉണ്ടായ മകൻ എന്നുള്ള അർത്ഥമല്ല ഇവിടെ. വാക്കിന്റെ അർത്ഥം ശരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം പ്രോട്ടോട്ടോക്കസ് എന്ന് പറഞ്ഞ വാക്കാണ്. അത് എൽഡസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അർത്ഥമാണ് അതിനുള്ളത്. മൂത്തവൻ അല്ലെങ്കിൽ ഫസ്റ്റ് ബോൺ എന്നുള്ള അർത്ഥത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ആദ്യജാതൻ എന്ന് ഏതർത്ഥത്തിലാണ് പക്ഷെ പറയുന്നത്? ഏതർത്ഥമാണ് അതിന് കൊടുത്തിരിക്കുന്നത്? എന്തിനാണ് ഇവിടെ ആദ്യജാതൻ യേശുവിനെ കുറിച്ച് പറയുന്നത്? യേശു ദൈവത്തിന്റെ ആദ്യജാതനാണോ? അല്ലെങ്കിൽ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും എവിടെയും ആദ്യജാതൻ എന്ന് പറയുമ്പോൾ മൂത്തപുത്രൻ എന്നാണോ, അല്ലെങ്കിൽ ഫസ്റ്റ് ബോൺ എന്നാണോ, അല്ലെങ്കിൽ എൽഡസ്റ്റ് പ്രോട്ടോട്ടോക്കസ് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം അത് ഏത് തരത്തിൽ ഇതിനെ മെയിൻ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിക്കേണ്ടായി. പുറപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 22-23 വാക്യത്തിൽ അവിടെ പറയുന്നത് ഇസ്രായേലിന്റെ ആദ്യജാതൻ, എന്റെ പുത്രൻ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഇസ്രായേൽ എന്റെ ആദ്യജാതൻ, എന്റെ പുത്രൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പുത്രനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിന്റെ ആദ്യജാതൻ എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഭൗതികമായി മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു അർത്ഥമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവം കൊടുത്തിരിക്കുന്ന അർത്ഥം വേറെയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അർത്ഥമല്ല, ദൈവം കൊടുക്കുന്ന അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ദൈവത്തിന് ശ്രേഷ്ഠതയുള്ള ജനമാണ്. നീ എന്റെ പുരോഹിത രാജ്യത്വമാണെന്ന് ദൈവം പറയുന്നു. നീ അതായത് ഭൂലോകത്തിൽ വെച്ച് സകല മനുഷ്യരിലും ഞാൻ നിന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നത്.
അല്ലാണ്ട് ദൈവം ആദ്യമായി ജനിപ്പിച്ച ഒരു പുത്രൻ എന്നുള്ള അർത്ഥമല്ല പറയണത്. ഫസ്റ്റ് ബോൺ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ പുത്രൻ എന്ന് പറയാൻ പറ്റുമോ? അക്ഷരീയമായിട്ടല്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും നമുക്കതിനെ ഒന്നുകൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 15-18 വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മൾ ചിന്തിച്ചതാണ്. എങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് 1-2 വാക്യങ്ങളും കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും 18-ാം വാക്യവും. അവിടെ നമുക്ക് 15-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്ന് അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കൂടാതെ സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാണെന്ന് അവിടെ ആദ്യജാതൻ എന്നുള്ളൊരു വാക്ക് അവിടെ ഫസ്റ്റ് ബോൺ എന്നുള്ളൊരു വാക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആദ്യത്തെ പുത്രൻ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്ന വാക്ക് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. നമുക്ക് മറ്റൊരു കാര്യം ഉദാഹരണത്തിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറമ്യാ 31:9 നമ്മൾ വായിക്കും. 31-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ വീണ്ടും നമുക്കൊരു ഉദാഹരണം കൂടി തരികയാണ്. ജെറമ്യാ 31:9 വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാം. അവിടെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത്, അതിന്റെ ആ സെക്കൻഡ് ഭാഗം നമ്മൾ നോക്കിയാൽ മതി. ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എൻ്റെ ആദ്യജാതനുമാവുന്നു. കണ്ടോ? ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എൻ്റെ ആദ്യജാതനുമല്ലോ എന്ന് പറയുന്നു. അപ്പൊ എഫ്രൈം ആണ് അദ്ദേഹത്തിന്റെ ആദ്യജാതൻ. മുമ്പ് ദൈവം പറഞ്ഞു, പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, ഇസ്രായേൽ എൻ്റെ ആദ്യജാതൻ, എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞു. ഇപ്പൊ പറയണ എഫ്രൈം എൻ്റെ ആദ്യജാതൻ, ഞാൻ അവന് പിതാവാണെന്നൊക്കെ പറയണം. അപ്പം അതിന്റെ അർത്ഥം നമ്മൾ ഊഹിക്കുന്ന പോലെ, മനുഷ്യന് ഊഹിക്കുന്ന പോലെയുള്ള ഒരു അർത്ഥമല്ല ദൈവം കൊടുക്കുന്നത്. ദൈവം കൊടുക്കുന്ന പ്രഥമമായ സ്ഥാനത്തെക്കുറിച്ചും ദൈവം ഏതൊരു പൊസിഷനിലേക്ക് ആക്കി വെക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഏതൊരു മാനം കൊടുക്കുന്നു, ബഹുമാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഏത് വിധത്തിലാണോ അവരെ കാണാൻ ആഗ്രഹിക്കുന്നത്, അതിന് ദൈവം കൊടുക്കുന്ന അർത്ഥത്തിലാണ് അവിടെ എല്ലാം പറയുന്നത്. അതായത് ഒരു സാധാരണ അപ്പനും അമ്മയും പറയുന്ന എൻ്റെ മൂത്ത മകൻ, ഇപ്പം എനിക്ക് എൻ്റെ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മൂത്ത മകൻ ഗായസ്, രണ്ടാമത്തെ മകൻ സിൽവാനസ്, മൂന്നാമത്തെ മകൻ ദിദിമസ്. അപ്പൊ ആ അർത്ഥമല്ല ഇവിടെ പറയുന്നത്. ഈ 3 മക്കളിൽ എൻ്റെ മൂത്ത പുത്രൻ ഫസ്റ്റ് ബോൺ ഗായസ് ആണ് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ആ അർത്ഥത്തിലല്ല ദൈവം പറയണത് ഇവിടെ. ദൈവത്തിന് ഇസ്രായേൽ അല്ല ദൈവത്തിന് ആദ്യമായിട്ട് ഉണ്ടായത്. ദൈവം ആദ്യം അങ്ങനെ ചിന്തിക്കുക ആദമാണ്. അപ്പം ആ അർത്ഥമല്ല. എഫ്രൈം അല്ല. അപ്പോഴും എഫ്രൈം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും ദൈവം പിന്നെ എഫ്രൈമിനെ കുറിച്ച് എൻ്റെ ആദ്യജാതൻ എന്ന് പറയുന്നത് അർത്ഥം നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് ആദ്യജാതൻ. അപ്പം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ആലോചിച്ചിരിക്കുന്നു എന്ന് 6-ാം വാക്യത്തിൽ പറയുകയാണ്. അപ്പൊ എൻ്റെ പുത്രൻ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊർത്ഥത്തിലല്ല. വേദഭാഗങ്ങളെ പരിശോധിച്ച് നമ്മൾ പല വേദഭാഗങ്ങളും കൂട്ടി സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. യേശുവിന്റെ പുനരുദ്ധാനം മുൻകൂട്ടി കൊണ്ട് പറഞ്ഞതാണ്. യേശുവിന്റെ പുനരുദ്ധാനത്തിൽ യേശു ഏത് പൊസിഷനിലേക്ക് പോകാൻ പോണം? അവൻ മഹാപൗരോഹിത്യത്തിലേക്ക് പോകുന്നു. നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചവൻ, എന്നേക്കും പാപപരിഹാരം ഒരുക്കിയവൻ, തന്റെ സ്വന്തം രക്തം കൊണ്ട് പാപം പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നവൻ, അവൻ അതിവിശുദ്ധ കൂടാരത്തിൽ അവന്റെ സ്വന്തം രക്തവുമായിട്ട് പ്രവേശിച്ച് എന്നേക്കുമുള്ള അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് തളിച്ചതിന് ശേഷം എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ ഒരുക്കി. അപ്പൊ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച്
ആ പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിന് പറയുന്ന വേദഭാഗമാണ്, അല്ലെങ്കിൽ ആ പറയുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന വാക്കാണ്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ആദ്യജാതൻ എന്ന് പറയുന്ന വാക്കും അതും ആ ഒരു അർത്ഥത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആദ്യജാതൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യത്തെ മകൻ എന്നുള്ള അർത്ഥത്തിലല്ല പറയണത്, അത് പ്രയോറിറ്റിയെ കാണിക്കുന്ന വാക്കുകളാണ്. ഇവിടെ നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ അതാണ്. ജർമ്മയുടെ പുസ്തകത്തിലെ 31:9 നമ്മളത് കണ്ടത് അതാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ക്ലിയർ ആയിട്ട് നമുക്ക് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഓരോന്നും നമ്മൾ സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും യേശു ആരാണ് നമുക്കൊന്ന് കാണിച്ചു തരിക, എന്താണ് നമുക്ക് കാണിച്ചു തരിക, അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ. അങ്ങനെ അവൻ്റെ സൗന്ദര്യം, അവൻ്റെ ഔന്നത്യം, അവൻ്റെ വലിപ്പം, ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തുവാൻ നമുക്ക് സാധിക്കും. അവൻ എത്ര ഉന്നതനാണ്, അവൻ എത്രമാത്രം അടിയിലേക്ക് താഴ്ന്നു വന്നു, എത്രമാത്രം എളിമയുള്ളവനായി വിനയമുള്ളവനായി വന്നു. ആ ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളാകുവാൻ നമ്മെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ ജനം, അവൻ്റെ മക്കൾ, അവൻ്റെ സഹോദരന്മാർ എന്നൊക്കെ വിളിക്കപ്പെടുവാൻ നമുക്ക് ആ വലിയ യോഗ്യത തന്നിരിക്കുക. യേശുവിൻ്റെ അവൻ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. നമ്മെ അവൻ സഹോദരന്മാരെന്ന് പറയാൻ നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? ആ ഔന്നത്യത്തിലേക്ക് നമ്മളെ അവൻ്റെ രക്തം കൊണ്ട് വിലക്ക് വാങ്ങി ശുദ്ധീകരിച്ച് നമ്മളെ കൊണ്ടുവരികയാണ്. ശേഷം ഭാഗങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും അടുത്ത ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.